പാളി പാളിയാ പ്ലാനാകെ പാളിയാകെ മൂഞ്ചി താറുമാറായി എന്ന് വിചാരിക്കണ്ട, സെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വരുന്നത് ട്രെയിനിലാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇറങ്ങാൻ 2 ബൈക്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് ബൈക്ക് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് നമ്മൾ ബൈക്കിനെ എവിടെ പോയി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സോറി ചളിയാണെന്നറിയാം. അങ്ങനെ നമ്മൾ ബസ്സിലും ഓട്ടോയിലൊക്കെ കയറിയാണ് ബൈക്ക് എടുക്കാൻ പോയത്. കാരണം അവർ രണ്ടുപേരും 2 ഡിറക്ഷനിലേക്ക് പോയി. ഞങ്ങൾ ഓട്ടോ ഒക്കെ പിടിച്ച് അവരോട് പറഞ്ഞൊരു സ്ഥലത്ത് കറക്റ്റ് ലൊക്കേഷനിൽ നിന്ന് ഞങ്ങൾ അവർ പിക്ക് ചെയ്ത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നല്ല അന്നാണെങ്കിലോ മഴ പെയ്യും വെയിൽ വരും, മഴ പെയ്യും വെയിൽ വരും, അതും വെയിലത്തും മഴ പെയ്യും. കാക്കര കുറുക്കൻ്റെ കല്യാണം തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അന്നത്തെ ഒരു ഡേ പോയത്. ബട്ട് കാറിലാണെങ്കിലും ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 പേരും ഒരുമിച്ചാവും. അപ്പോൾ ഞങ്ങളെ ട്രോൾസും സംസാരം ഒക്കെ കോർഡിനേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാകുമ്പോൾ രണ്ട് തരത്തിലാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ 2 പേരുള്ള ടൈം കൂടുതലാവും. അപ്പോൾ അടി ഇടി പുക വെടിമയമാകെ സീൻ. അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് ആക്രാന്തത്തിൽ കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഓഫ് കോഴ്സ് നമ്മൾ ബോട്ടിങ്ങിന് പോയി. നമ്മൾ ഇങ്ങനെ ഒരു ബോട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഹൗസ് ബോട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ബോറടിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി. എന്ന് വെച്ചാൽ കുറേ സമയം അതിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കാൻ തുടങ്ങും. എനിക്ക് നല്ല ഇവർക്കൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. എത്ര വേണം എത്ര വേണ്ട അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി അതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. കാരണം നല്ല ഫുഡ് ഞങ്ങൾ പുറത്ത് പോയിട്ട് കഴിച്ചു, എന്നിട്ട് അതിനകത്ത് വന്നു. ലൈക്ക് ഇതാണ് എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അത് ലൈക്ക് അത് എൻജോയ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. ബട്ട് കുറേ നേരം ഇങ്ങനെ ഒരേ വെള്ളത്തിൻ്റെ ഉള്ളിൽ 4 ആളും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ബോറടിക്കൽ ഞങ്ങൾക്ക് മുന്നേ അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പിന്നെ ഞങ്ങൾ 4 ആളും കൂടി ഇരുന്ന കുറേ ഗോസിപ്സ് വരും, കുറേ ഫ്യൂച്ചർ പ്ലാൻസ് വരും. പിന്നെ ഞങ്ങൾ 2 പേരും ഇവർ വേണ്ടാത്ത കുറേ ട്രോളും അങ്ങനെ സോ ആൻഡ് സോ. പക്ഷേ ഈ ഒരു ഫ്രെയിം നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും, ഞാനും സോജും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ വിചാരിക്കുമായിരുന്നു നമ്മളെ ഹസ്ബൻഡ്സൊക്കെ വന്ന് ഫ്യൂച്ചറിൽ ട്രിപ്പ് പോകുന്നൊക്കെ. ബട്ട് അതൊക്കെ ഇങ്ങനെ ഫുൾഫിൽ ആവുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ 2 പേരും കുറച്ച് റൊമാൻസാണ്. ഇത് റൊമാൻസ് ഒന്നുമില്ല, പ്രവിക്കുകയും വയറ് നിന്നിട്ട് അവിടെ കിടന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത വിശപ്പിൻ്റെ വിളി വന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇവരെന്തൊക്കെയോ വാരി വലിച്ചത് എന്ന് കേസ്. ഞാൻ പിന്നെ ഷുഗർ കട്ടായതുകൊണ്ട് പഴംപൊരിയിൽ ഒതുക്കി എന്താല്ലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഒരു മഴ പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടി. പക്ഷെ മഴ പെയ്തെങ്കിൽ ആകെ ചീഞ്ഞ് നാറിയാനെ. അങ്ങനെ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ ടയേർഡായി. ഇനി നമുക്ക് വീട്ടിൽ പോയി ഉറങ്ങണം എന്നുള്ളൊരു സാധനമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.